أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، وما توفيقي إلا بالله عليه توكلت وإليه أنيب، ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ നമ്മയും നമ്മുടെ അഹ്ലുകാരെയും ദുആ ചെയ്യാൻ പറയുന്നവരെയും ഒക്കെ പെടുത്തട്ടെ. നമ്മിലും അവരിലുമൊക്കെയുള്ള രോഗികൾക്ക് അല്ലാഹു തആല ശമനം നൽകട്ടെ. അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന ആഫിയത്തുള്ള ആയുസ്സ് അവർക്കും നമുക്കൊക്കെ അല്ലാഹു നൽകട്ടെ. മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധവും പരിപാവനവുമായ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശദമായി പരിചയപ്പെടുത്തിയെടുത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു പദപ്രയോഗമാണ്, കേട്ടുകേൾവിയുള്ളൊരു വാക്കാണ് അദ്ദീനു അന്നസിഹ. ദീനെന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ് എന്ന് പറയാറുണ്ട്. അതിന് മലയാളത്തിൽ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ള ഒരു ആശയം, ദീന് ഗുണകാംക്ഷയാണ്, മറ്റുള്ളവർക്ക് ഗുണം കാക്ഷിക്കലാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിനെ സംബന്ധിച്ച് മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്, വമിൻ ശആഇരിൽ ഇസ്ലാമിൽ അളീമ വമിൻ മഖാമാത്തി ദീനിൽ ആലിയത്തി റഫീഅ അന്നസീഹത്തു. ഇസ്ലാമിൻ്റെ മഹത്തമായിരിക്കുന്ന ചിഹ്നങ്ങളിൽ ഉത്കൃഷ്ടമായതാണ് നസീഹത്ത് എന്ന് പറയുന്നത്. ഇസ്ലാം ശരീഅത്തിൻ്റെ ഉയർന്ന ഏറ്റവും ഉന്നതമായിരിക്കുന്ന മേഖലകളിൽ അതിശ്രേഷ്ഠമായ വിഷയമാകുന്നു ഈ ഗുണകാംക്ഷ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണം ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് കിബുത്തികളിൽപ്പെട്ട ഒരാളുമായി ഉണ്ടായ ഒരു ചെറിയ പ്രയാസം, ഒരു കൊലപാതകത്തിലേക്ക് വരെ ചെന്നു ചേർന്ന ഒരു വിഷയം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പ്രയാസങ്ങൾ ഇസ്രായേൽ ജനതയിൽ നിന്ന് നേരിടുകയും അഭിമുഖീകരിക്കുകയും ചെയ്ത രംഗങ്ങളൊക്കെ പലയിടത്തും ഖുർആൻ പ്രതിപാദിക്കുന്നു. കിബത്തികളിൽപ്പെട്ട ഒരാളുമായി ഉണ്ടായ ഒരു ചെറിയ പ്രയാസത്തിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട മൂസാ നബിയെ ഫിർഔനിൻ്റെ ആളുകൾ വധിച്ചു കളയുവാൻ വേണ്ടി കൂടിയാലോചിക്കുകയും അതിനാവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം ഫിർഔനിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള വിശ്വാസിയായിരിക്കുന്ന ഒരാൾ മനസ്സിലാക്കുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് രക്ഷപ്പെടുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മൂസാ നബിയുടെ ഗുണം ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചെന്നുകൊണ്ട് ആ വിഷയം പറയുന്നൊരു രംഗം സൂറത്തുൽ ഖസസിലെ 20ാമത്തെ വചനം അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി യസ്ആ. മദീനയുടെ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തിൽ നിന്നും ഒരാൾ വന്നു. ആ വന്ന ആള് ഫിർഔനിന്റെ കുടുംബത്തിൽ സ്വകാര്യമായി മൂസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചൊരു മനുഷ്യനായിരുന്നു. ഫിർഔനിന്റെ പിതൃവ്യപുത്രൻ, ഫിർഔനിന്റെ എളാപ്പയുടെ മകൻ ഹിസ്കീൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഒന്നിലധികം പേരുകൾ വേറെയും മുഫസ്സിറുകൾ വിവരിക്കുന്നുണ്ട്. ഹിസ്കീൽ എന്ന് പേരുള്ള ഫിർഔനിന്റെ എളാപ്പയുടെ മകൻ ഫിർഔനും കുടുംബങ്ങളും നേതാക്കന്മാരും അറിയാതെ സ്വകാര്യമായി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് വരികയാണ്. മൂസാ നബിയെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ട ആളുകൾ മൂസാ നബിയെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടി ഒരു വഴിയിലൂടെ വരുന്നു എന്ന വിവരം കേട്ടപ്പോൾ അവർ മൂസാ നബിന്റെ അടുക്കലേക്ക് എത്തുന്നതിൻ്റെ മുമ്പും പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുമ്പും മറ്റൊരു വഴിയിലൂടെ അവരെ കാണാതെ ധൃതിയിൽ ഓടി ഉള്ളി വന്നു എന്നിട്ട് പറഞ്ഞു, യാ മൂസാ നബിയെ, ഇന്നൽ മലഅ യഅ്തമിറൂന ബിക, ഫിർഔനിന്റെ പ്രധാനികൾ നിങ്ങളുടെ കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. ലിയഖ്തുലൂക, നിങ്ങളെ വധിച്ചു കളയുവാൻ. ഫഖ്റുജ്, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകണം. ഇന്നി ലക മിനൻ നാസിഹീൻ, ഞാൻ നിങ്ങൾക്ക് ഗുണം കാക്ഷിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. ഞാനെല്ലാം പച്ചയായി നേർക്കുനേരെ മനസ്സിലാക്കി ബോധ്യപ്പെട്ടു ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഫഖ്റുജ്, നാട്ടിൽ നിന്ന് പുറത്തു പോകണം, ഇവിടെ നിൽക്കുന്നത് അപകടമാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ഈ കാര്യം വിശ്വാസപ്പെടുവാൻ വേണ്ടി ഉറപ്പിച്ച് അദ്ദേഹം തറപ്പിച്ച് പറയുന്ന വാക്ക് ഖുർആൻ പരാമർശിക്കുന്നു, ഇന്നി ലക മിനൻ നാസിഹീൻ. നാട്ടിൽ നിന്ന് പുറത്തു പോകണം, തൽക്കാലം എവിടെയെങ്കിലും നിങ്ങൾ സുരക്ഷിതമായ മേഖലയിലേക്ക് നീങ്ങണം എന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഗുണം ആഗ്രഹിച്ചതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് ഗുണകാംക്ഷിയായതിൻ്റെ പേരിലാണ് എന്ന് സൂറത്തുൽ ഖസസ് 20-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കാം. മറ്റൊരു മനുഷ്യന്റെ നന്മ ആഗ്രഹിക്കുന്നതും ഗുണം പ്രതീക്ഷിക്കുന്നതും ഗുണത്തിന് വേണ്ടി തേടുന്നതും കൊതിക്കുന്നതും പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ദീനാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നതും ഖുർആൻ വിശദീകരിക്കുന്നതും. അദ്ദീനു അന്നസിഹ. ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പ്രമുഖ ഹദീസ് പണ്ഡിതൻ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് 2 വിശദീകരണമാണ് ആ വാക്കിന് പറയുന്നത്. ഫത്ഹുൽ ബാരിയിൽ അത് കാണാം. ഒന്ന്, അദ്ദീനു അന്നസിഹത്തു എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഭൂരിഭാഗവും അത് തന്നെയാണ്. അൽ ഹജ്ജ് അറഫ എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ തന്നെയാണ് എന്ന പ്രയോഗം എല്ലാവർക്കും അറിയാലോ. ഹജ്ജിന്റെ ഭൂരിഭാഗം വിഷയങ്ങളും അറഫയിൽ സംഗമിക്കുന്നതിലൂടെ ഉൾപ്പെട്ടതുകൊണ്ട് ഹജ്ജിനെ പറ്റി അങ്ങനെ പറയാറുണ്ട്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന പ്രയോഗം പോലെ അദ്ദീനു അന്നസിഹ, ദീനെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും നസിഹത്ത് തന്നെയാവുന്നു എന്ന്. മനസ്സാണ് പ്രധാനം എന്നാണ് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്നത്. നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരം കൊണ്ട് നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ കഴിയില്ല. കൊടുക്കുന്ന സക്കാത്ത് കൊണ്ട് മനസ്സിനെ നന്നാക്കാൻ കഴിയില്ല. വിശുദ്ധ റമളാനിന്റെ കഠിന ചൂടുകളിൽ പകൽ മുഴുവനും വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഇച്ഛകളും ദുരാഗ്രഹങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ മാറ്റിവെച്ചുകൊണ്ട് ത്യാഗം സഹിച്ചതിന്റെ പേരിൽ മാത്രം മനസ്സുകളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല. ഹജ്ജ് കൊണ്ടും മനസ്സിനെ നന്നാക്കാൻ പറ്റൂല, ഉംറ കൊണ്ട് മനസ്സിനെ നന്നാക്കാൻ പറ്റൂല. എന്നാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് നന്നാക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. നിസ്കാരത്തെ മനസ്സുകൊണ്ട് നന്നാക്കാൻ പറ്റും, മനസ്സിനെ നിസ്കാരം കൊണ്ട് നന്നാക്കാൻ പറ്റൂല. ദിക്ർ കൊണ്ട് മനസ്സിനെ നന്നാക്കാൻ പറ്റൂല, ദിക്റിന് മനസ്സിനെ നന്നാക്കാൻ പറ്റും. മനസ്സിന് ദിക്റിനെ നന്നാക്കാൻ പറ്റും. അങ്ങനെ അത് ഇസ്ലാമിന്റെ ഒരു ബൃഹത്തായ കാഴ്ചപ്പാടാണ്. മനസ്സാണ് പ്രധാനം. ദീനിന്റെ ബഹുഭൂരിഭാഗവും മറ്റുള്ളവർക്ക് ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമസ്ഥനായി മാറുന്ന ഒരു സ്വഭാവം അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന വിശാലമായ ഒരു മേഖലയാണത്. അപ്പൊ ദീനിന്റെ ഭൂരിഭാഗവും അതാണ് എന്ന ഒരു വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത്, അത് ഒരു പ്രവൃത്തി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ ആ പ്രവർത്തനം ചെയ്യുന്ന ആള് ആത്മാർത്ഥത ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഫലൈസമിന ദീനി, അത് മതത്തിൽപ്പെട്ടതല്ല. അപ്പൊ ദീന് നസീഹ എന്ന് പറഞ്ഞാൽ ദീന് ആത്മാർത്ഥതയാണ് എന്ന് മറ്റൊരു വിശദീകരണം കൂടി ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഇഖ്ലാസ് അത് മനസ്സന്നെയാണ്, രണ്ടും മനസ്സാണ്. ഇഖ്ലാസ് ഇല്ലെങ്കിൽ കർമ്മങ്ങൾക്ക് സാധൂകരണമില്ല എന്നതാണ്.
അത് മറ്റൊരാൾക്ക് പ്രവചിക്കാനും തീരുമാനിക്കാനും പറ്റുന്ന കാര്യമല്ല. എനിക്ക് ഇഖ്ലാസ് ഉണ്ടോ നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടോ എനിക്കും പറയാൻ കഴിയില്ല. അതൊന്നും മനുഷ്യന്മാരെ നാവ് കൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ പരസ്യമായിട്ടൊരു കാര്യം ചെയ്യുന്നു, അതിനെപ്പറ്റി മറ്റുള്ളവർ വിലയിരുത്തുന്നവൻ്റെ മനസ്സിൻ്റെ തകരാറ് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഇഖ്ലാസില്ലെന്ന് നമ്മളെ നന്മ തിന്മകൾ എഴുതി വെക്കാൻ വലത്തുവടത്തുള്ള മലക്കുകൾക്ക് പോലും ഒരടിമൻ്റെ ഇഖ്ലാസിനെ നിർവചിക്കാൻ കഴിയില്ല പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നല്ലേ മനുഷ്യന്മാർക്കറിയുന്നത്? ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉണ്ടോ എന്ന് എൻ്റെ നന്മ ഇരുന്ന റക്കീബ് എന്ന് പറയുന്ന മലക്കിന് പോലും അറിയില്ല, എൻ്റെ കൂടെയുള്ള പിശാച്ചിന് പോലും അറിയില്ല. പിന്നെ എങ്ങനെ കൂടപ്പുറപ്പുകൾക്കറിയാം, നാട്ടുകാർക്കറിയാം, മറ്റുള്ളവർക്കറിയാം? വെറുതെ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു എടുക്കുന്ന അമലുകൾ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടുന്ന സാഹചര്യം പരലോകത്ത് സൃഷ്ടിക്കപ്പെട്ടുകൂടാ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇഖ്ലാസ് ആണെങ്കിലും മറ്റുള്ളവർക്ക് ഗുണം ആഗ്രഹിക്കലാണെങ്കിലും മനസ്സ് തന്നെയാണ് പ്രധാനം. ഒരുപാട് ഭാഗങ്ങൾ അതിനുണ്ട്. അത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് അവസാനിപ്പിക്കും. ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച പ്രമുഖനായ സ്വഹാബി, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, ബയഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇഖാമിസ് സ്വലാത്ത്, നബിയുടെ വലത്തെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പ്രതിജ്ഞ ചെയ്തു, ഉടമ്പടി ചെയ്തു, കരാർ ചെയ്തു, അലാ ഇഖാമിസ് സ്വലാത്ത്, നിസ്കാരം മുറപോലെ നിർവഹിക്കാമെന്ന്, വഇതാഇ സകാത്ത്, സകാത്തിന്റെ സന്ദർഭത്തിൽ അത് മുറപോലെ കൊടുത്തു കൂട്ടുമെന്നും പ്രതിജ്ഞ ചെയ്തു. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ വലത് കരം പിടിച്ചുകൊണ്ട് പറയുകയാണ്, വന്നുസ്ഹി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങൾക്കും ഞാൻ ഗുണം ആഗ്രഹിക്കും എന്നും കൂടെ ഞാൻ ബൈഅത്ത് ചെയ്തു. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? നിസ്കാരം നിലനിർത്തുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ, സക്കാത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ, നിസ്കാരം അടിമയും ഉടമയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സക്കാത്ത് അടിമകളും അടിമയും ഉടമയും തമ്മിൽ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പാവങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്ന രീതി, അതാണല്ലോ സക്കാത്ത്. പാവങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്ന രീതിയാണ് സക്കാത്ത്. വലിയ വിശാലമായ നന്മകളാണ്. അതും പിടിച്ച് ബൈഅത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞു, വന്നുസ്ഹി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങൾക്കും ഗുണം ആഗ്രഹിക്കുന്നവനുമായി ഞാൻ മാറുമെന്ന് ബൈഅത്ത് ചെയ്യാൻ. അള്ളാഹുവിനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിജ്ഞ ചെയ്ത് തീരുമാനിച്ചുറപ്പിക്കുന്ന കൂട്ടത്തിൽ പടപ്പുകളും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കും, മനസ്സ് നന്നാക്കും എന്നുകൂടെ പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മറ്റുള്ളവരൊക്കെ ഇഷ്ടപ്പെടുകയും അവർക്ക് നന്മകൾ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്, സന്തോഷം വരുന്നത് ഇഷ്ടമാണ്, അവർ സമാധാനികളാവുന്നത് ഇഷ്ടമാണ്, അവരിൽ ശാന്തി ഉണ്ടാകുന്നത് ഇഷ്ടമാണ്, അവർക്ക് എന്തെങ്കിലും ഷർറ് വരുന്നത് എനിക്ക് ദേഷ്യാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ഉള്ളിലെ ധ്വനി. വലിയ മനസ്സാണ്. മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ്, മറ്റുള്ളവരെ ഇടങ്ങാറാകുന്നതും പ്രയാസപ്പെടുന്നതും ഷർറുകളിൽ അകപ്പെടുന്നതും ദേഷ്യമായി കാണുന്ന ഒരു മനസ്സ്, അതാണ് ഈമാനിന്റെ സമ്പൂർണത എന്ന് പറയുന്നത്. നമ്മെപ്പോലെ പച്ചയായ മനുഷ്യന്മാർക്ക് ഷർറ് വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഫിത്തനുകൾ വരുമ്പോൾ, ഇടങ്ങേറുകൾ വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ നമുക്കത് ദേഷ്യമായി മാറുക. അതാണ് വന്നുസ്ഹി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങൾക്കും ഗുണം കാക്ഷിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാ ഞാൻ പറഞ്ഞു, മനസ്സാണ് പ്രധാനം. നമുക്കിങ്ങനെ കണക്കൂട്ടം വലിയ സുഖം. ഇപ്രാവശ്യം 29 തറാവീഹ് കിട്ടി, എത്ര എളുപ്പം. ഇപ്രാവശ്യം എല്ലാ നോമ്പും കിട്ടി, കണക്ക് കൂട്ടും. സ്വീകരിച്ചു ഗുണമില്ലേ? അതിലാണ് ആശങ്ക വേണ്ടത്. ചെയ്തു, സ്വീകരിച്ചോ ഇല്ലേ? സ്വീകരിക്കണമെന്ന് അല്ലാഹു തആലാക്ക് നിർബന്ധമില്ല, തള്ളണമെന്നും നിർബന്ധമില്ല, ചെയ്തതുകൊണ്ട് സ്വർഗം തരണമെന്നും നിർബന്ധമില്ല, നരകമോചനം നൽകണമെന്നും അല്ലാഹു തആലാക്ക് നിർബന്ധമില്ല. അല്ലാഹു തആലാക്ക് പുറത്തുനിന്നൂടെ? 100 ആളെ കൊന്ന തമ്മാടിക്ക് അല്ലാഹു തആല തോപ് കൊടുത്തിട്ടില്ലേ? അതൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷിച്ചിരിക്കാനൊന്നും പറ്റൂല. അത് ആ വ്യക്തിക്ക് പുറത്തതിലൊരു സിറുണ്ടാവും, അത് അല്ലാഹു തആലക്ക് അറിയുള്ളൂ. അത് ഞമ്മക്ക് പുറത്തെട്ടിക്കൊള്ളുന്നില്ല, എന്നാൽ പുറത്ത് തരായികയുമില്ല. 100 ആളെ കൊന്ന തമ്മാടിക്ക് പുറത്തു കൊടുക്കുന്ന വാളുകൾ മുതഅല്ലിമീങ്ങൾ റമളാനിന്റെ ളുഹറിനും അസ്റിനും മിഹ്റാബിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിരിക്കും, സന്തോഷം കൊള്ളും. പിന്നെന്താ? 100 ആളെ കൊന്ന തമ്മാടിക്ക് പുറത്തിട്ട് പുറത്താരായിട്ട് സന്തോഷം പിടിച്ചിരിക്കുക. നമ്മൾ ചിരിച്ചല്ല.
കാരണം അതിലൊരു സിറുണ്ട്, അള്ളാഹു തആലയ്ക്ക് അറിയുള്ളൂ. ആ സിറുണ്ടായപ്പോൾ ഓന് പുറത്തു കൊടുത്തു. നമുക്കതില്ലെങ്കിൽ പുറത്തിറങ്ങണമെന്നില്ല, പുറത്തിരായികയുമില്ല, പുറത്തെന്നോളണമെന്നൊന്നുമില്ല. ആശങ്കയാണ് വേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, മനസ്സാണ് പ്രധാനമെന്ന്. മറ്റുള്ളവർക്ക് സന്തോഷം വരുമ്പോൾ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും കഴിയുന്ന മനസ്സ്, മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അതിനോട് ദേഷ്യം വരുന്ന ഒരു മനസ്സ്. ബഹുമാനപ്പെട്ട ജരീർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്, ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം സൂചിപ്പിക്കുകയാണ്. നേരത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും ഗുണം കാംക്ഷിക്കുമെന്ന് റസൂലുള്ളാഹിനോട് ബൈഅത്ത് ചെയ്ത സ്വഹാബിയുടെ ഹദീസ് പറയുന്നിടത്ത് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തെ കൊള്ളെ ഒരു സംഭവം രേഖപ്പെടുത്തി. എന്താണത്? അന്ന ജരീർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു അമറ മൗലാഹു, ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സേവകനോട് നിർദ്ദേശിക്കുകയാണ്, ജരീർ ബിൻ അബ്ദുല്ല ബഹുമാനപ്പെട്ടവർ, അയ്യഷ്തരി ലഹു ഫറസ, ഒരു കുതിരയെ വാങ്ങിക്കൊണ്ടുവരണമെന്ന്. പ്രമുഖനായ സ്വഹാബി ജരീർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു തന്റെ ഖാദിമിനോട് നല്ല വിലപിടിപ്പുള്ള മൂല്യമുള്ള സഞ്ചരിക്കാൻ യോഗ്യതയുള്ള ഒരു കുതിരനെ വാങ്ങിക്കൊണ്ടുവരണം എന്ന് കൽപ്പന കൊടുക്കുകയാണ്. സേവകൻ പോയിട്ട് ജരീർ ബിൻ അബ്ദുല്ലയുടെ നിർദ്ദേശം അനുസരിച്ച് 300 ദിർഹം വിലക്കൊരു കുതിരയെ വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ വാങ്ങിയ കുതിരയുമായി ഈ വിറ്റ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനുമായി ജരീർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഖാദിമ കൊണ്ടുവരികയാണ്. പൈസ കൊടുത്ത് കുതിരനെ മാത്രം വാങ്ങിക്കൊണ്ടുവരല്ല, കുതിരയുടെ ഉടമസ്ഥനെ വിൽപ്പന നടത്തിയതിനു ശേഷം നിങ്ങളും പോരണം മഹാന്റെ അടുക്കലേക്ക്. എന്തിന്? ലിയങ്കുദഹു അസ്സമന, വിലയെ സംബന്ധിച്ച് നിരൂപണം നടത്തണം. ഞാൻ പറഞ്ഞ വിലയേറെയുണ്ടോ, നിങ്ങൾ വാങ്ങിയ വിലയേറെയുണ്ടോ, കുതിര മൂല്യമുള്ളതാണോ, അദ്ദേഹത്തിന് ഇണങ്ങുന്നതാണോ ഒക്കെ ഒന്ന് പരിശോധിക്കണം. അതുകൊണ്ട് നിങ്ങളും കൂടെ വരണം. കുതിരയും കുതിരയുടെ ഉടമയും അദ്ദേഹത്തിന്റെ ജരീർ റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമും ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് വരികയാണ്. സേവകൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് പ്രകാരം കുതിരയെ വാങ്ങിച്ചിട്ട് അയാളാണ് അതിൻ്റെ ഉടമ, 300 ദിർഹമിന്. കുതിരയിലേക്കൊന്ന് നോക്കിയിട്ട് എത്ര വില? 300 ദിർഹമാണ് പറഞ്ഞത്. അസമയത്ത് ജരീർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു കുതിരയുടെ ഉടമയോട് പറയുകയാണ്, ഫറസുക ഖൈറും മിൻ 300 ദിർഹം അതബിഉഹു ബി 400 ദിർഹം. നിങ്ങൾ കുതിരക്ക് 300 റുപ്യ ഒന്നല്ല വില, അതിലേറെ വില ഉണ്ട്, അതിലേറെ മൂല്യമുണ്ട്. നിങ്ങൾ 400 ദിർഹമിന് വെക്കുമോ എന്ന് ചോദിച്ചു. ഖാദിമ 300 ദിർഹമിന് വില ഉറപ്പിച്ച് കൊണ്ടുവന്ന കുതിരയെ കാണുമ്പോൾ ജരീർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, 300 ഒന്നുമല്ല ഇതിന്റെ വില, അതിലേറെ മൂല്യമുണ്ട്, നിങ്ങൾ 400 ദിർഹമിന് വെക്കുമോ എന്ന് ചോദിച്ചു. ഈ സമയത്ത് ആ കുതിരയുടെ ഉടമ പറയുകയാണ്, അക്കാര്യം നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയാണ്, നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു, നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ജരീർ ബിൻ അബ്ദുല്ല പറയുകയാണ്, ഫറസുക ഖൈറും മിൻ ദാലിക അതബിഉഹു ബി 500 ദിർഹമിൻ. നിങ്ങളുടെ കുതിര 400-നേക്കാൾ മൂല്യമുള്ളതാണ്, 500 ദിർഹമിന് തരുമോ എന്ന് ചോദിച്ചു ജരീർ ബിൻ അബ്ദുല്ല. അങ്ങനെ തുമ്മലം യസൽ യസീദുഹു മിഅത്തൻ ഫമിയ, അങ്ങനെ 100 ഇങ്ങനെ കൂട്ടി 8000 ദിർഹം വരെ എത്തി. 300 കൊടുക്കുക എന്ന് പറഞ്ഞതാണ്. അങ്ങനെ കൂട്ടി 100 വീതം കൂട്ടി 8000 ദിർഹം വരെ എത്തി. അങ്ങനെ ഫശ്തറാഹു ബിഹാ 8000 ദിർഹമിന് ജരീർ ബിൻ അബ്ദുല്ലാഹി ആ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ നിന്നും കുതിരയെ വാങ്ങുകയാണ്. ഇതിന്റെ പൊരുളൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. 300 രൂപക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കുതിരക്ക് അദ്ദേഹം തന്നെ വില പറഞ്ഞ് കയറ്റി പറഞ്ഞു. ഉടമക്ക് താല്പര്യമൊന്നുമില്ല. ജരീർ ബിൻ അബ്ദുല്ല കൂട്ടി പറഞ്ഞ് 800 ദിർഹം വരെ എത്തി. 800 ദിർഹം കൊടുത്തു കുതിരയെ വാങ്ങി വെച്ചു. പൊരുള് ആർക്കും മനസ്സിലായില്ല. പൊരുളറിയാത്ത ഈ പ്രവർത്തനം സംബന്ധിച്ച് പിന്നീട് മഹാനവറുകളോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ അങ്ങനെ വില കൂട്ടി പറയാനുള്ള കാരണം? ആ സമയത്ത് ജരീർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ബായഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൻ നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങൾക്കും ഗുണം കാംക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലിന്റെ തിരുകരങ്ങൾ പിടിച്ചുകൊണ്ട് ഞാൻ ബൈഅത്ത് ചെയ്തവനാണ്, പ്രതിജ്ഞ ചെയ്തവനാകുന്നു എന്ന്. എല്ലാ മുസ്ലിങ്ങളോടും ഗുണകാംക്ഷ പുലർത്തും ഞാൻ ഉടമ്പടി ചെയ്ത മനുഷ്യനാണ്.
ഏതോ ഒരു പ്രയാസഘട്ടത്തിൽ കിട്ടിയ പണത്തിന് കുതിരയെ വിറ്റ പാവത്തിന് തൻ്റെ കുതിരയുടെ യഥാർത്ഥ വില നൽകി മഹാനവറുകൾ അദ്ദേഹത്തിനോട് ഗുണകാംക്ഷ പുലർത്തി എന്ന്. നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റുമോ? കടം കൊണ്ട് കുടുങ്ങിയിട്ട് 10 ലക്ഷം രൂപ വിലയുള്ളൊരു വീട് കുടുങ്ങിയിട്ട് ഇടങ്ങേറായിട്ട് 8 ലക്ഷത്തിന് വിൽക്കുകയാണ് എന്ന് നമ്മൾ കേട്ടു. കച്ചവടക്കാർ അടക്കം പറയും, പാട്ടും പാടി 12 ലക്ഷത്തിന് വാങ്ങാണ്ട് കുടുങ്ങിയിട്ട് 8 ലക്ഷത്തിന്. ഒന്നുകൂടി ചവിട്ടിയാൽ 5 മക്കത്തും കണ്ണായ സ്ഥലം അടക്കം പറയും. ചെന്നിട്ട് ഇടങ്ങാറായ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് 5 ലക്ഷം റെഡിക്കാശ് തരാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട, തയ്യാറാണോ? കുടുങ്ങിയിട്ട് ഇടങ്ങാറായിട്ട് 5 ലക്ഷത്തിന് കൊടുക്കും. എന്തിനാണ് ആ വീട്? എന്തിനാണ് ആ പറമ്പ്? പോകാൻ പോയടുത്തൊരു ഒന്നെന്ന് പറഞ്ഞ വഴി. അതേസമയം അതല്ല നസീഹത്ത് എന്ന് പറയുന്നത്. 10 ലക്ഷം മൂല്യമുള്ള വിലയാണ്, വീടാണ്, പറമ്പാണ്. നിങ്ങൾ കടബാധ്യത കൊണ്ട് മകളെ കല്യാണത്തിൽ കടം വന്ന് ഇടങ്ങേറായതിൻ്റെ പേരിൽ നിങ്ങൾ വിൽപ്പന ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം മൂല്യമുള്ള വരത്തിൽ 12 ലക്ഷം തരാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ 10 ലക്ഷം തന്നെ തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നൊരു സ്വഭാവം, അതാണ് നസീഹത്ത് എന്ന് പറയുന്നത്. ഇടങ്ങാറായ മനുഷ്യന്റെ ശവത്തിലിട്ട് കൊത്തുന്ന നിലപാടുകൾ, ചൂഷണ മനോഭാവങ്ങളും അനീതികളും അക്രമങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങളിൽ ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടുകൾ സമകാലിക സാഹചര്യങ്ങളിൽ ഉമ്മത്തിന് പഠിപ്പിക്കേണ്ട തങ്കലിപികൾ, സൂക്ഷിക്കേണ്ട സ്വർണ്ണലിപികൾ, സൂക്ഷിക്കപ്പെടേണ്ട ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതാണ് നസീഹത്ത്. പറ്റിക്കോളണമെന്നില്ല, ഞാനടക്കം എല്ലാവർക്കും നസീഹത്ത്. മറ്റുള്ളവരുടെ ഗുണം ആംക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നുണ്ടാവും. ഖൈറിൻ്റെയും സ്വലാഹിൻ്റെയും വഴികൾ നമുക്ക് അല്ലാഹു എളുപ്പത്തിലാക്കി തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നവരുടെ എല്ലാം നല്ല മുറാദുകൾ മനസ്സിലാക്കി തരട്ടെ. കുറേ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുആ ചെയ്യുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദി മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റഹീമായ റബ്ബേ, ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന നന്മകളും ഇബാദത്തുകളും ന്യൂനതയില്ലാതെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആഖിറത്തിൽ ഞങ്ങൾ വരുമ്പോൾ കൺകുളിർക്ക് സമാധാനിക്കാനും സന്തോഷിക്കാനും പറ്റുന്ന അമലുകളായി അതൊക്കെ രേഖപ്പെടുത്തണേ റഹ്മാനെ. അതിനിടയിൽ ഞങ്ങളിൽ പറ്റിപ്പോകുന്ന തെറ്റുകളും ന്യൂനതകളും അപരാധങ്ങളും റബ്ബേ നിന്റെ മഹല്ലായ ഫضലുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ദുആ ചെയ്യാൻ പറയുന്നവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാഹ്. ഞങ്ങളിലും കുടുംബങ്ങളിലും മഹലിലും മഹല്ലുവാസികളിലും ദുആ ചെയ്യാൻ പറയുന്നവരിലും ഒരുപാട് രോഗികളുണ്ട്, ശമനം നൽകണേ അല്ലാഹ്. ഈ മഹല്ലത്തിൽ നിന്ന് ഹോസ്പിറ്റലുകളിലായി കഴിയുന്ന ഉമ്മമാര്, ഉപ്പമാര്, കുട്ടികൾ, പിഞ്ചുമക്കളടക്കം ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആയുസ് നൽകണേ അല്ലാഹ്, ശിഫയും സലാമത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, മാറാവ്യാധികൾ, അപകട മരണങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും അങ്ങ് കാത്തുരക്ഷിക്കണം അല്ലാഹ്. അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ ആളുകൾക്ക് ശുഹദാഇന്റെ പദവി നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഫാത്തിഹ, സൂറത്ത് ഇഖ്ലാസ്, മുഅവ്വദത്തൈനെ ഞങ്ങൾ സ്വീകരിക്കണേ റബ്ബേ. മതിയായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, ഒട്ടും കുറയാതെ. ഇന്നിവിടെ സംബന്ധിച്ചവർക്ക് ചായക്കും കടിക്കും സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ മരിച്ചുപോയ മാതാപിതാക്കളടക്കമുള്ളവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ
അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ, ഇവിടെ ഇരിക്കുന്നവരോട് ബന്ധപ്പെട്ടവർ ഏതൊക്കെ മക്ബറകളിലുണ്ടോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കും ഞങ്ങൾക്കും ഒരുമിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, സഹായങ്ങളും സംഭാവനകളും നൽകുന്ന വ്യക്തികളുടെ കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും വീട്ടിലും കുടുംബങ്ങളിലും മക്കളിലും പേരമക്കളിലും ഒക്കെ നീ ഖൈറും ബർക്കത്തും നൽകണം അല്ലാ. അല്ലാഹുവേ, മുതഅല്ലിമീങ്ങൾക്ക് സുബഹിക്ക് കഴിക്കുന്ന ചായയോടെ കൂടെ കടിക്ക് ആവശ്യമായ സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. കച്ചവടങ്ങളിലുമൊക്കെ നീ പുരോഗതി നൽകണേ അല്ലാ, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, മുതഅല്ലിമീങ്ങളിലും അവരുടെ കുടുംബങ്ങളിലുമൊക്കെ രോഗികളുണ്ട്, ശമനം നൽകണേ അല്ലാ. നാഫിയായ ഇൽമിന്റെ അഹ്ലുകാരിൽ അവരെയും ഞങ്ങളെയും പെടുത്തണേ അല്ലാ. ഈ നാട്ടിലും നാടിൻ്റെ പുറത്തും പ്രവാസികളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകൾ കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും അവർക്കൊക്കെ നീ പുരോഗതി നൽകണേ റബ്ബേ. ഖൈറും സലാമത്തും നൽകണേ അല്ലാ. പള്ളിക്കും മദ്രസക്കും ദർസിനും ഓഡിറ്റോറിയത്തിനും പ്രവാസി സുഹൃത്തുക്കൾ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങളെ സംഭാവനകളെ വെറുതെ ആക്കരുതേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ മഹല്ലത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ, എല്ലാ നിലക്കുള്ള ബറക്കത്തും നൽകണേ അല്ലാ, സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل عليه